നടൻ ഷൈൻ ടോം ചാക്കോ പ്രതിയായ ലഹരി കേസിന്റെ കാര്യത്തെക്കുറിച്ചാണ്. ഈ കേസിന്റെ പുരോഗതി വിലയിരുത്താൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നിർണായക യോഗം ഇന്ന് ചേരുകയാണ്. ഷൈനെ രണ്ടാം ദിനം ചോദ്യം ചെയ്യാൻ എപ്പോൾ വിളിച്ചു വരുത്തണമെന്ന് ഇന്നും തീരുമാനമെടുക്കും. നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ അമ്മ നിയോഗിച്ച 3-അംഗ കമ്മീഷന്റെ സിറ്റിംഗും ഫിലിം ചേംബർ യോഗവും ഇന്നുണ്ടാകും. വിഷ്ണു സുരേഷാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പുകിലുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ മൊഴി നൽകിയത് ഷൈൻ ടോം ചാക്കോയുടെ മൊഴിയിൽ നിന്ന് തന്നെ ഞാൻ മാത്രമല്ല, എൻ്റെയും മറ്റൊരു നടൻ്റെയും പേര് മാത്രമാണ് എപ്പോഴും ഉയർന്നു കേൾക്കുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല എന്ന് പറയുന്നു. കൂടുതൽ മൊഴിയിൽ നിന്നുള്ള കാര്യങ്ങൾ അനുസരിച്ചുള്ള പരിശോധനകൾ പോകണം. പക്ഷേ ഇപ്പോൾ ഇന്ന് നടനെ വിളിച്ചു വരുത്തില്ല. അതിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമാകാം ആ രീതിയിലേക്കുള്ള നിയമ നടപടികൾ എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്? ഒപ്പം ഈ വിൻസി അലോഷ്യസിന്റെ കാര്യത്തിൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏത് രീതിയിലാണ് നടപടികൾ മുന്നോട്ട് പോകുക? സ്മിത, ഗുഡ് മോർണിംഗ്. ഈ ഷൈൻ ടോം ചാക്കോയുടെ ലഹരി കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് നിർണായക യോഗം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തും. ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്ത 3 ACPമാരും ആ യോഗത്തിൽ പങ്കെടുക്കും. സാധാരണഗതി, അതായത് ഷൈനോട് 22-ാം തീയതി നാളെ ഹാജരാകണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ് നൽകിയത്. പക്ഷേ ഷൈൻ തന്നെ പോലീസിനോട് പറഞ്ഞത് താൻ ഇന്ന് ഹാജരാകാമെന്നാണ്. എന്നാൽ ഇന്നലെ ആ മൊഴിയുടെ വിശദാംശങ്ങളൊക്കെ പഠിക്കാനുള്ളൊരു സമയം പോലീസിന് ലഭിച്ചിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ആണ് കമ്മീഷണറുമായുള്ള യോഗത്തിന് ശേഷം ഷൈനെ വീണ്ടും വിളിച്ചു വരുത്തുന്ന തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ എപ്പോൾ വിളിച്ചു വരുത്തുന്ന കാര്യത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താം എന്ന് പോലീസ് വിലയിരുത്തുന്നത്. ഷൈൻ്റെ മൊഴികൾ വിശദമായി പരിശോധിച്ചു വരികയാണ്. ഫോൺ ഇന്ന് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മറ്റാളുകൾ, ഷൈൻ ചില പേരുകളടക്കം ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ വിശദാംശങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. ഇനി ചോദ്യം ചെയ്യുമ്പോഴും ആദ്യം സ്വീകരിച്ച അതേ രീതിയിലുള്ള ഒരു ശാസ്ത്രീയ ചോദ്യം ചെയ്യലാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ചുകൂടി സമയം കഴിഞ്ഞ ശേഷം വിളിച്ചു വരുത്താമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ഷൈൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിലേക്ക് വന്നാൽ ഇന്ന് ICSന്റെ മുൻപിൽ ഷൈൻ ഹാജരാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ ICS എന്ത് നടപടിയെടുക്കുന്നു വിൻസിയുടെ പരാതിയിൽ? ICS ആണ് സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഈ നടനെതിരെ ഒരു പരാതി വന്നിട്ടുണ്ട്, ഇയാൾക്കെതിരെ നടപടിയെടുക്കണമെന്നൊരു ആവശ്യം ഉന്നയിക്കേണ്ടത്. അങ്ങനെ ഒരു ആവശ്യം ഫിലിം ചേംബറിൻ്റെ മോണിറ്റർ കമ്മിറ്റിയുടെ മുമ്പിലേക്ക് എത്തിയാൽ മാത്രമാണ് ഫിലിം ചേംബറിന് നടപടിയെടുക്കാൻ ഈ നടൻ്റെ കാര്യത്തിലാകും. ഈ 2 യോഗങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. ഷൈനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു യോഗം കൂടിയാണ്. ഒരുപക്ഷെ സിനിമയിൽ ഷൈൻ ഒരുപാട് സിനിമകൾ കമ്മിറ്റ് ചെയ്ത് ഇതിനോടകം തന്നെ വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ചില സിനിമകൾ ഇനി പൂർത്തിയാക്കാനുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ നടപടി എടുക്കുന്നെങ്കിൽ ഇങ്ങനെയുള്ളൊരു നടപടിയായിരിക്കും. അതായത് നിലവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകൾ പൂർത്തിയാക്കാൻ അവസരം കൊടുക്കും. പക്ഷേ പുതിയ കരാറുകളിൽ ഏർപ്പെടാൻ ഷൈന് ഒരല്പം പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനെല്ലാം തീരുമാനമാകുക ICSന്റെ നിലപാടായിരിക്കും. ICS കഴിഞ്ഞ ദിവസം അവരുടെ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള അണിയറ പ്രവർത്തകർ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഷൈൻ്റെ ഭാഗത്ത് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതൊരു ഗൗരവമായ ഒരു പരാതിയായി അവർ കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 2 ഭാഗങ്ങളും കേട്ടായിരിക്കും അവർ തീരുമാനത്തിലേക്ക് പോവുക. ഷൈൻ അമ്മക്ക് ഇന്ന് തന്നെ വിശദീകരണം നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ ക്രൈം കേസുമായി ബന്ധപ്പെട്ട് ഷൈനെ കൂട്ടാനുള്ള നടപടികളൊക്കെ പോലീസിന്റെ ഭാഗത്ത് ഒരു വശം നടക്കുന്നു. ഒപ്പം സിനിമയുമായി ബന്ധപ്പെട്ട് ഷൈനെതിരെയുള്ള നടപടികളിൽ ഇന്നൊരു തീരുമാനമുണ്ടാകും. സ്മിത. ശരി, വിഷ്ണു സുരേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ഷൈൻ ടോം ചാക്കോയുടെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വിഷ്ണു സുരേഷ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.